പാകിസ്ഥാനിൽ നിന്ന് JF-17 വാങ്ങാൻ ഒരുങ്ങുകയാണ് ബംഗ്ലാദേശ്. എന്നാൽ ഈ യുദ്ധവിമാനം ഇന്ത്യയുടെ തേജസിന്റെ 7 അയലത്ത് വരില്ല. പാകിസ്ഥാന്റെ JF-17 യുദ്ധവിമാനം ഇന്നത്തെ കാലത്തിന്റെ വിമാനമാണ് എങ്കിൽ ഭാവിയുടെ യുദ്ധവിമാനം എന്നാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസിനുള്ള വിശദീകരണം. വ്യോമസേനാ മേധാവി BS ധനോവയാണ് ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഭാരം കുറഞ്ഞ ഒറ്റ ഇഞ്ചിനുള്ള പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാകുന്ന JF-17 പാകിസ്ഥാനും ചൈനയും ചേർന്ന് സംയുക്തമാണ് നിർമ്മിച്ചത്. ഒരു വിശകലനം പറയുന്നതനുസരിച്ച് JF-17 എന്നത് തേജസിന്റെ അത്രയും സാങ്കേതിക തികവാർന്നതല്ല എന്നതാണ്. ഇന്നത്തെ യുദ്ധവിമാനമായിരിക്കാം JF-17, കാരണം നമ്മുടേതിനാൽ കൂടുതൽ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ തേജസ് തന്നെയാണ് ഭാവിയിലെ യുദ്ധവിമാനം. അവരുടേതിനേക്കാൾ മികച്ചതാണ് ഭാരതത്തിന്റെ സംവിധാനങ്ങൾ. അവയെ ഭാരതം എങ്ങനെ ഉപയോഗിക്കും എന്നതുപോലെ ഇരിക്കും എന്നാണ് ഈ വിശകലനത്തിൽ പറഞ്ഞിരുന്നത്. ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റായ തേജസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL ആണ് നിർമ്മിച്ചിരിക്കുന്നത്. 2016 ജൂലൈയിൽ ഇന്ത്യൻ വ്യോമസേനയിൽ ഉപയോഗിച്ചു തുടങ്ങിയ വിമാനമാണ് തേജസ്. അതേസമയം തേജസിനെ റഫാലുമായി താരതമ്യപ്പെടുത്താനാകുമോ എന്ന ചോദ്യത്തിന് ഓരോ യുദ്ധവിമാനങ്ങൾക്കും ഓരോ തരത്തിലുള്ളതാണ് എന്നും വ്യത്യസ്ത ശേഷികളാണ് ഉള്ളത് എന്നുമായിരുന്നു മറുപടി. ഭാരം കുറഞ്ഞതും 4ാം തലമുറയിൽപ്പെട്ടതുമായ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ് JF-17 എന്ന് പറയപ്പെടുന്നു. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സഹകരണത്തോടെ വികസിപ്പിച്ചെടുത്ത ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മുൻ സൈനിക ഇടപെടലുകളിലും ഉപയോഗിച്ചിരുന്നു. 2023 PAAF JF-17 ബ്ലോക്ക് 3 വേരിയന്റ് ഉൾപ്പെടുത്തി. 2024 ഈ യുദ്ധവിമാനം പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി. ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനമായ LCA തേജസ് എന്നതുമായി ഇതിനെ താരതമ്യം ചെയ്തിട്ടുണ്ട്. കാരണം രണ്ടും ഒറ്റ എഞ്ചിൻ മൾട്ടി റോൾ കോംബാറ്റ് വിമാനങ്ങളാണ്. എയർ ടു എയർ, എയർ ടു സർഫസ് ആന്റി ഷിപ്പ് മിസൈലുകൾ, ഗൈഡഡ് അൺഗൈഡഡ് ബോംബുകൾ, 23 mm GSH-23 ട്വിൻ ബാരൽ ഓട്ടോ പീരങ്കി, ഇങ്ങനെ വൈവിധ്യമാർന്ന ആയുധങ്ങൾ വിന്യസിക്കാൻ JF-17 കഴിയുമെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് JF-17 യുദ്ധവിമാനം ഉൾപ്പെടെ വാങ്ങാൻ ബംഗ്ലാദേശ് താൽപര്യം അറിയിച്ചിരിക്കുകയാണ്. ചൈനയും പാകിസ്ഥാനും ചേർന്ന് നിർമ്മിക്കുന്ന ഒറ്റ എഞ്ചിൻ പോർ വിമാനമായ JF-17 ബംഗ്ലാദേശ് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ ഹസൻ മെഹ്മൂദ് ഖാനും പാക് വ്യോമസേനാ മേധാവി സഹീർ അഹമ്മദ് ബാബർ സിത്തുവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. യുദ്ധത്തിന് തങ്ങൾ സജ്ജമാണെന്ന് പാകിസ്ഥാൻ കരസേനാ മേധാവി ഇടയ്ക്കിടെ പറയാറുണ്ട് എങ്കിലും അവരുടെ വ്യോമസേനയ്ക്ക് അക്കാര്യത്തിൽ ആത്മവിശ്വാസമില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. കാരണം അവരുടെ പ്രധാന യുദ്ധവിമാനമായ JF-17 തന്നെയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ്സുമായാണ് JF-17 എന്ന തണ്ടറിനെ താരതമ്യം ചെയ്യുന്നത്. എന്നാൽ ഇടയ്ക്കിടെ തകർന്നു വീഴുന്നു, വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പാക് വ്യോമസേന തന്നെ ആരോപിച്ച യുദ്ധവിമാനമാണ് JF-17. എയറോനോട്ടിക്കൽ കോംപ്ലക്സും ചെങ്ഡു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയും ചേർന്നാണ് JF-17 എന്ന ജോയിന്റ് ഫൈറ്റർ 17 നിർമ്മിച്ചിരിക്കുന്നത്. 4ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം നിർമ്മിക്കുക എന്ന ചൈനയുടെയും പാകിസ്ഥാന്റെയും സംയുക്ത ശ്രമമാണ് JF-17 പിറവിക്ക് കാരണമായത്. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള യുദ്ധവിമാനമാകാൻ JF-17 സാധിച്ചിട്ടില്ല. പാകിസ്ഥാൻ വ്യോമസേനയുടെ പക്കലുള്ള J-7 എന്ന യുദ്ധവിമാനത്തിന്റെ പിൻഗാമിയായാണ് JF-17 അറിയപ്പെടുന്നത്. JF-17 യുദ്ധവിമാനങ്ങളുടെ രൂപവും ഭാവവും റഷ്യൻ യുദ്ധവിമാനമായ സുഖോയ് 27 നിന്ന് കടം കൊണ്ടിട്ടുള്ളതാണ്. എന്നാൽ പ്രഹരശേഷിയുടെ കാര്യത്തിൽ റഷ്യൻ യുദ്ധവിമാനത്തിന്റെ അടുത്തെങ്ങും എത്തില്ല JF-17. തണ്ടർ എന്ന് വിളിപ്പേരുള്ള JF-17 വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമസേനയുടെ ഭാഗമാണെങ്കിലും ചൈനീസ് സൈന്യം ഇവ വാങ്ങാൻ തയ്യാറായിട്ടില്ല. $28 മില്യൺ JF-17 കണക്കാക്കുന്ന വില. ഇത് അമേരിക്കയുടെ F-16 പകുതിയെ വരൂ എങ്കിലും പ്രകടനത്തിന്റെയും ശേഷിയുടെയും കാര്യത്തിൽ JF-17 ഏറെ പിന്നിലാണ്. ഒരേ സമയം 2 ലക്ഷങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുന്ന സംഹാരശേഷിയും ആധുനികമല്ലാത്ത റഡാറും JF-17 ന്യൂനതയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ലഘു യുദ്ധവിമാനമാണ് തേജസ്. റഷ്യയുടെ MiG-21 പോർ വിമാനങ്ങൾക്ക് പകരമായാണ് വ്യോമസേന തേജസ് ഏറ്റെടുക്കുന്നത്. ഫ്രാൻസിന്റെ മിറാഷ് 2000, സ്വീഡന്റെ ഗ്രിപ്പൻ തുടങ്ങിയവയുമായി കിടപിടിക്കുന്ന വിമാനമാണ് തേജസ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 2011 ജനുവരിയിലാണ് വിമാനം നിർമ്മിച്ചത്. ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച ഈ യുദ്ധവിമാനം ആയിരക്കണക്കിന് പരീക്ഷണ പറക്കലുകൾക്കൊടുവിലാണ് വ്യോമസേനയിൽ എത്തിയത്. ദ്രുതഗതിയിൽ തിരിഞ്ഞുമറിയാനുള്ള ശേഷിയാണ് തേജസിന്റെ വലിയ പ്രത്യേകത. 8.5 ടൺ ഭാരമുള്ള തേജസിന് 3 ടൺ ആയുധങ്ങൾ വഹിക്കാനാകും. കരയിലേക്കോ ആകാശത്തേക്കോ കടലിലേക്കോ തൊടുക്കാവുന്ന മിസൈലുകൾ വിമാനത്തിലുണ്ട്. കൃത്യമായി യുദ്ധസാമഗ്രികളും റോക്കറ്റുകളും ബോംബുകളും വർഷിക്കാനാകും. പ്രതിരോധ ഗവേഷണ വികസന സംഘടന നിർമ്മിച്ച വിവിധോദ്ദേശ റഡാറും തേജസിലുണ്ട്. ഒരാൾക്ക് പറത്താവുന്ന തേജസിന്റെ ഭാരം 6560 കിലോഗ്രാമാണ്. 9500 കിലോഗ്രാം വരെ അധിക ഭാരം കയറ്റുകയും ചെയ്യാം. പരമാവധി ടേക്ക് ഓഫ് ഭാരം 13200 കിലോഗ്രാമാണ്. മാക് 1.6 ആണ് തേജസിന്റെ വേഗം. 3000 കിലോമീറ്റർ പരിധി വരെ പറക്കാനാകും. 8 റോക്കറ്റ് എയർ ടു എയർ മിസൈൽ ആക്രമണത്തിനും തേജസിന് സാധിക്കും. അസ്ത്ര, ഡർബി, പൈത്തോൺ, R-77, R-73 മിസൈലുകൾ എയർ ടു എയർ ഉപയോഗിക്കാനാകും. ഇതിനു പുറമെ എയർ ടു സർഫസ് ആന്റി ഷിപ്പ് മിസൈലുകളും പ്രയോഗിക്കാനുള്ള ശേഷി തേജസിനുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.